എല്ലാവർക്കും കിങ് ആൻഡ് ക്യൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. പ്രത്യേകിച്ച് ഇപ്പോൾ വേനലവധിയാണ്, കുട്ടികളെല്ലാം വീട്ടിലുള്ള സമയത്ത് നമുക്ക് ഇച്ചിരി വെറൈറ്റി ആയിട്ടൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പിക്ക് മുമ്പായിട്ട് ഒരു ചെറിയ കാര്യം, ഇപ്പോൾ ലോകം മുഴുവൻ കൊറോണ ഭീതിയിലാണല്ലോ. അപ്പോൾ കഴിവതും നമ്മൾ വ്യക്തിശുചിത്വം പാലിക്കാൻ ശ്രമിക്കുക. ആരോഗ്യവകുപ്പിൻ്റെ എല്ലാ നിർദ്ദേശങ്ങളും കർശനമായിട്ട് പാലിക്കുക. ഇതൊക്കെയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങനെ നമുക്ക് ഈ ചെയിൻ എങ്ങനെയും പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഇതിനാവശ്യമായ ചേരുവകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ആദ്യമായി നമുക്ക് മീൻ അരപ്പ് ചേർത്ത് ഒരു അരമണിക്കൂറോളം വെക്കണം. അതിനു വേണ്ടിയിട്ട് മുളക് പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെന്നില്ല, ചതച്ചിട്ട് വെച്ചാലും മതി. അപ്പം അത് വേണം. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങാനീരാണ്. നാരങ്ങാനീരെന്ന് പറയുമ്പം കുരു കളഞ്ഞിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് കുരു മാറ്റിയാലും മതി. നാരങ്ങ ഒക്കെ ചേർക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ്സും അതേപോലെ ഒരു ചെറിയ പുളിപ്പ് രുചി അതെല്ലാം കിട്ടും. മഞ്ഞൾപ്പൊടി, അളവൊന്നും പ്രത്യേകിച്ച് പറയാത്ത നമുക്ക് ആദ്യമേ ലിസ്റ്റിങ്ങിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഒരു അരപ്പൊക്കെ ചേർക്കേണ്ട ഒരു അളവ്. ഉപ്പ്, ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇത് മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ചായിട്ട് വേണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അതിൻ്റെ ഒരു പരുവത്തിനനുസരിച്ച് ഇപ്പം ഞാൻ കുരു കളയാൻ വിട്ടു പോയിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ എനിയിപ്പോൾ കളയുവാണ്. ഇച്ചിരിയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ലൊരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ എടുക്കുക. ഒരു കാരണവശാലും ഒരുപാട് വെള്ളം ആദ്യമേ ഒഴിച്ച് കുഴക്കരുത്. കുറച്ചായിട്ട് വന്ന് നല്ലപോലെ അരപ്പ് എല്ലാ ഭാഗത്തും ഒരേപോലെ ഈക്വലായിട്ട് എല്ലാ ഭാഗത്തും ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഈ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരപ്പെല്ലാം മീനും പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ കുഴച്ചെടുക്കുക. അതിനുശേഷം നല്ലപോലെ ഫ്രഷ് ആക്കിയ മീൻ എടുക്കുക. ഇതേപോലെ വരഞ്ഞ് നല്ലതായിട്ട് മീൻ എപ്പോഴും വരയാൻ ശ്രമിക്കുക. കാരണം മസാലയെല്ലാം അകത്തോട്ട് പിടിക്കണം എന്നുണ്ടെങ്കിൽ നല്ലപോലെ വരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പം നല്ലപോലെ മീൻ വരഞ്ഞ് അരപ്പ് നല്ലപോലെ അതേ പിടിപ്പിക്കുക. നമ്മൾ വരഞ്ഞ ഭാഗത്ത് മീനിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് അരപ്പ് തേച്ച് പിടിപ്പിക്കുക. മീനിൻ്റെ അകത്തും അതുപോലെ നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തും എല്ലാ അകത്ത് നല്ലപോലെ മസാല അരപ്പ് ചേർക്കുക. ഇപ്പം ഈ മീൻ എങ്ങനെയാണെന്നോ ചെയ്ത് അതേപോലെ ബാക്കി എല്ലാ മീനും നമുക്കിപ്പം വറുക്കാൻ ഇവിടെ ഒരു 6-7 മീനുണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാം ഞാനിതുപോലെ അരപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഞാനൊരു അരമണിക്കൂർ മിനിമം അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ഈ അരപ്പ് ഇതിൽ നിന്ന് പറ്റിപ്പിടിക്കാനായിട്ട് വെക്കുക. അപ്പം ഇതിപ്പം ഇങ്ങനെ വെക്കണ ഇതിനകത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിൽ കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. വേണമെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഈ അരപ്പിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പില കൂടി യൂസ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് അനുസരിച്ചാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരത്തേക്ക് അരപ്പൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ മസാല അഥവാ വാഴയിലയിൽ വെക്കാൻ നേരം ആവശ്യമായിട്ടുള്ള മസാല പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ അടുപ്പിലാണ് വെച്ചേക്കുന്നത്, അതാണ് ഈ പുക വരുന്നത്. ആദ്യം എണ്ണ ചൂടാക്കുക. എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതില്ലേ അതുകൂടെ ചേർക്കുക.
ഞാൻ നല്ല ഫൈൻ പീസ്ഡ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാൽ അതിനോട് ഏകദേശം അടുത്താണ് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്നത്. അതുകൂടെ ചേർത്ത് അതിൻ്റെ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഏകദേശം പച്ചമണം മാറിയെന്ന് തോന്നിക്കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അഥവാ കൊച്ചുള്ളി ചേർക്കാം. ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കൊച്ചുള്ളി, ഒരു 1/2 കിലോ കൊച്ചുള്ളി ചേർക്കുന്നതായിരിക്കും എപ്പോഴും ടേസ്റ്റ്. പിന്നെ അല്ലെങ്കിൽ കൊച്ചുള്ളി കുത്തിയിരുന്ന് അത് വൃത്തിയാക്കാൻ മടിയുള്ളവർക്കൊക്കെയാണ് നമുക്ക് സവാളയാണെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ ഇത് മിക്സായിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഒരു 2 സവാള എടുത്തിട്ടുണ്ട്, ഒരു 1/4 കിലോ മേലെ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അത് രണ്ടും കൂടെ അരിഞ്ഞതാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത്. അത് നല്ലപോലെ ഈ മൂത്തിരിക്കുന്ന ജിഞ്ചർ ഗാർലിക്കിൻ്റെ കൂടെയും കറിവേപ്പിലയുടെ കൂടെയും അതൊന്ന് ഇഴകി വഴണ്ട് ഈ സമയത്ത് ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സവാള ഒന്ന് വഴണ്ടി വരാനാണ്. അത് ഞാൻ കട്ട് ചെയ്ത വഴിക്ക് അത് പോയി, പക്ഷേ അവിടെ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പെട്ടെന്ന് വാടി വരും. വാടി വന്ന് ഏകദേശം ഒത്തിരി കരിയണ്ട, ഏകദേശം ഒന്ന് വാടി വരിക, അതാണ് നമ്മുടെ പരുവം. ഇതിനകത്ത് നമ്മൾ വേറെ മസാല ഒന്നും ചേർക്കുന്നില്ല, മീൻ മസാല ഒന്നും ചേർക്കുന്നില്ല. അപ്പം ഇത് ഏകദേശം ഒന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചെറിയ രീതിയിൽ ക്യൂബ്സായിട്ട് അരിഞ്ഞതാണ്. ഇത് നമുക്കിതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് തക്കാളി നല്ല പോലെ സവാളയുടെ കൂടെ വഴണ്ട് ബോയിലായി അതുമായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരണം. അതുവരെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഒക്കേഷണലി നിങ്ങളുടെ പാനിൻ്റെ അനുസരിച്ചിരിക്കും ഇളക്കുന്ന രീതി, അതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അവധിക്കൊക്കെ എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാം. അതുപോലെ ഒരു വെറൈറ്റി ആകും. എന്നും ഒരേപോലെ മീൻ വറുത്ത് കഴിക്കാതെ ഇങ്ങനെയൊക്കെ വെറൈറ്റി ട്രൈ ചെയ്യാം. ഏത് മീനിനും ഇതൊക്കെ പറ്റും. കരിമീൻ തന്നെ വേണമെന്നില്ല, ഏത് മീനിനും നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇത്തിരി വലിയ മീൻ വേണമെന്നേ ഉള്ളൂ. പിന്നെ ഇപ്പം ഞാൻ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ഞാൻ ചേർത്ത് കഴിഞ്ഞപ്പം ഇച്ചിരി കൂടെ വേണം തോന്നി, അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടെ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മുളക് പൊടി ചേർക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്നൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ വീണ്ടും എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്തിന് അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ആ പൊടിയുടെ പച്ചമണവും കൂടെ ഒന്ന് മാറണം, നല്ലപോലെ അതൊന്ന് മൊരിഞ്ഞു വരണം. സവാളയുടെയും തക്കാളിയുടെയും ഒക്കെ കൂടെ ഇരുന്ന് അതൊന്ന് പൊടി രണ്ടും മൊരിഞ്ഞ് വരണം. അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം ഏകദേശം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് അതും കുറച്ചു നേരം ഒന്ന് വഴറ്റി ഒരു പരുവമായി വരും. എന്ന് വെച്ചാൽ നല്ലൊരു പേസ്റ്റ് കൺസിസ്റ്റൻസി അല്ല, ഇച്ചിരി കട്ടിക്ക് വരും. ആ സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ എന്ന് പറയുന്നത് 1 പാലാണ്. ഇവിടെ നമ്മൾ 1 പാലാണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പാല് ചേർക്കുന്നതിന് മുമ്പും പാല് ചേർത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉപ്പിൻ്റെ കാര്യം ശ്രദ്ധിച്ച് നോക്കണം. ഇപ്പം അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും തിളയ്ക്കാൻ സമ്മതിക്കില്ല. നമ്മളൊരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തു. അതിൽ മുമ്പേ അരപ്പ് പുരട്ടി വെച്ചിരുന്ന മീനെല്ലാം ഒന്ന് ചെറിയൊരു ഹാഫ് കുക്ക്ഡ് എന്ന് വെച്ചാൽ ഫുള്ളി നമ്മൾ മുറിച്ചെടുക്കുകയല്ല, 2 സൈഡും അപ്പുറവും ഇപ്പുറവും തിരിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരിക്കലും ഡീപ്പ് ഫ്രൈ ചെയ്യരുത്, ഷാലോ ഫ്രൈ മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യുന്നേ ഉള്ളൂ. കരിമീനിന് വേവാൻ അധികം സമയമൊന്നും വേണ്ട, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും. ഇതൊരുപാട് കുക്ക്ഡ് ആവരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മളിത് വാഴയിലയിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്.
ഇത് ഞാൻ വാട്ടിയെടുത്ത വാഴയിലയാണ്. എപ്പോഴും വാട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക, കാരണം നമുക്ക് എന്തെങ്കിലും കെട്ടി വെക്കുമ്പം ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് വാഴയില നല്ലപോലെ, അതുപോലെ ഞാനൊരു ചെറിയ വാഴയിലയും കൂടെ വെച്ചിട്ടുണ്ട് മീൻ വെക്കുന്ന ഭാഗത്തിന്, ഒരു സേഫ്റ്റിക്ക്, കരിഞ്ഞൊന്നും പോകാതിരിക്കാൻ വേണ്ടി, ഇല കരിഞ്ഞ് മീനിലോട്ട് ഡയറക്റ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം മസാല നമ്മൾ ആദ്യം ഈ കൊച്ചു വാഴയിലേക്കകത്തോട്ട് ചേർക്കുക. അതിനുശേഷം ഈ മസാലയുടെ മണ്ടയ്ക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം വെക്കുക കേട്ടോ മസാലയ്ക്ക്. അതിൻ്റെ മണ്ടയ്ക്കോട്ട് മീൻ വെച്ചു. മീൻ വെച്ചതിന് ശേഷം നമ്മൾ ഈ മീനിൻ്റെ മണ്ടയ്ക്കും ഇതേപോലെ തന്നെ ഈ മസാല ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ മീൻ മസാലയൊക്കെ പുരട്ടി ഒന്ന് 2 സൈഡും മടക്കി, 4 സൈഡും മടക്കുന്ന അത് അറിയാമല്ലോ. അങ്ങനെ മടക്കി ഇങ്ങനെ നൂല് കെട്ടണം എന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നൂല് കെട്ടാം. പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ ചൂടാക്കിയ നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടല്ലോ, അതിൽ ഓൾറെഡി എണ്ണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറെ എണ്ണ ഒരുപാട് അങ്ങ് യൂസ് ചെയ്യാതെ അതേ പാൻ തന്നെ എടുത്തു. എപ്പോഴും ഓയിലിൻ്റെ ലെവൽ കുറയ്ക്കാൻ നോക്കുക, അതായിരിക്കുമല്ലോ എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കാൻ ഏറ്റവും അത്യാവശ്യം അതാണ്. അപ്പോൾ അതേ പാനിനകത്തോട്ട് നമ്മൾ വാഴയില അപ്പുറവും ഇപ്പുറവും തിരിച്ച് നല്ലപോലെ വാടി നല്ല ഒരു മണമൊക്കെ വരും, മീൻ കുക്ക്ഡ് ആയതിൻ്റെ നല്ല മണം. അതുപോലെ വാഴയില വാടി മീൻ വെന്ത് വരുന്നതിൻ്റെ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം ഒരു 2-3 മിനിറ്റ് അപ്പുറം ഇപ്പുറം തിരിച്ച് നമ്മൾ നല്ലപോലെ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അത്ര പാടുള്ള റെസിപ്പി ഒന്നുമല്ല, എളുപ്പമാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയണം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ റെസിപ്പി ഷെയർ ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സിനൊക്കെ. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിന് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം. റെസിപ്പി എപ്പോഴും മിസ്സാവാതിരിക്കാൻ ലൈക്ക് ചെയ്തിടുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈക്ക്ഡ് വീഡിയോസിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ കിടക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ലൈക്ക്ഡ് വീഡിയോസ് എടുത്ത് നോക്കിയാൽ നമ്മുടെ ഈ റെസിപ്പി കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.